എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. ഹൗ ടു ബി എ ഹാപ്പി വുമൺ. എങ്ങനെ സ്ത്രീകൾക്ക് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു ഹൗസ് വൈഫോ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് വുമൺ ആരോ ആയിക്കോട്ടെ, എങ്ങനെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ടെൻഷനിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാം എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ തളർത്തുന്നത് ഇപ്പോൾ വീട്ടുജോലികളോ അല്ലെങ്കിൽ ഓഫീസിലെ വർക്കോ ഒന്നും അല്ല, പകരം മനസ്സിലുണ്ടാകുന്ന ഒരുപാട് ടെൻഷൻസ് അല്ലെങ്കിൽ സ്ട്രെസ്സ്, വിഷമങ്ങൾ, ഡിപ്രഷൻ ഇതൊക്കെയാണ്. രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്, പകല്, രാത്രി ഇങ്ങനെ ഇല്ലാതെ ഒരു 100 കൂട്ടം ചിന്തകളാണ് പൊതുവെ സ്ത്രീകളുടെ അല്ലെങ്കിൽ വീട്ടമ്മമാരുടെ മനസ്സിലൂടെ ഇങ്ങനെ വന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ചിത എന്ന് പറയുന്നത് നിർജീവമായതിനെ ദഹിപ്പിച്ച് കളയുന്ന ഒന്നാണെങ്കിൽ ചിന്തകൾ ജീവനോടെ തന്നെ പലപ്പോഴും നമ്മളെ ദഹിപ്പിച്ച് കളയുന്നവയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം അതും നെഗറ്റീവ് ചിന്തകൾ. ഇപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് കാരണം വളരെയധികം വിഷമങ്ങൾ നമ്മൾ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സന്തോഷമായിട്ടിരിക്കാൻ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിൽ നിന്ന് കളയാൻ അല്ലെങ്കിൽ ജീവിതം കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്നതിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനെ പറ്റിയുള്ള ചിന്തകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിഷമിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ വീട്ടുജോലികളാണ് നമുക്ക് ഏറ്റവും അധികം ടെൻഷൻ തരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെസ് ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കഴിയുമെങ്കിൽ ഒരാളിനെ കൂടെ വീട്ടിൽ ജോലികളൊക്കെ ചെയ്യാൻ നമുക്ക് ഒരു ഹെൽപ്പിന് ആരെങ്കിലും നിർത്താം. അതല്ല, അതിനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള മറ്റാൾക്കാരോട് തന്നെ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ജോലികളൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്ത് ഒന്ന് സഹായിക്കാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് അവരോട് പറയാം എന്നുള്ളതാണ്. ഇപ്പോൾ പല പ്രശ്നങ്ങളും മനസ്സിലിങ്ങനെ കൊണ്ട് നടന്ന് അത് വലിയ വലിയ വിഷയങ്ങളാക്കുന്നതിന് പകരം നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂസാണ്, അതായത് മറ്റുള്ളവരോട് മുമ്പ് ഉണ്ടായിട്ടുള്ള വഴക്കുകൾ, പിണക്കങ്ങൾ അല്ലെങ്കിൽ അരുതാത്തതൊക്കെ ആരെങ്കിലും നമ്മളെ പറഞ്ഞതാണ്, അതല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങളാണ്, ഫാമിലി പ്രോബ്ലംസ്, ഇങ്ങനെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് ഓർക്കുന്നവരാണ് പൊതുവെ സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി ഓർക്കുന്നത് ഒഴിവാക്കുക അല്ലെങ്കിൽ അത് ഫുൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പഴയ കാലത്ത്, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി ഓർത്ത് എപ്പോഴും വിഷമിക്കുമ്പോൾ നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്നുള്ളതൊന്ന് ചിന്തിക്കുക. കാരണം കഴിഞ്ഞു പോയത് എന്തായാലും കഴിഞ്ഞു പോയതാണ്, അല്ലെങ്കിൽ അത് എത്ര വിഷമം തരുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഒരിക്കലും അതിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റാത്തതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഫ്യൂച്ചറിൽ എന്തായി തീരും എന്നുള്ളതിനെ പറ്റി ടെൻഷൻസ് ആണെങ്കിൽ അതും നമ്മുടെ കയ്യിലല്ല, അല്ലെങ്കിൽ നാളെ എന്നുള്ളത് എന്താകും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പകരം നമ്മുടെ കയ്യിലുള്ളത് ഇന്നാണ്, അല്ലെങ്കിൽ ഈ പ്രസന്റ് ടൈമാണ്, ഈ നിമിഷമാണ്. അതെങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ജീവിതം നന്നായിട്ട് എൻജോയ് ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് ചിന്തിക്കുക. അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് എപ്പോഴും ഹാപ്പി ആവാൻ പറ്റുന്നത് എന്നുള്ളത് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മുടെയൊക്കെ മനസ്സിൽ പലതരം കോംപ്ലക്സുകളുണ്ട്. ഇപ്പോൾ പല വ്യക്തികളുടെയും ചിന്തകൾക്കും വിഷമങ്ങൾക്കൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ മനസ്സിലുള്ള പല കോംപ്ലക്സ് ആണ്. അതായത് ഇപ്പോൾ എന്നെ കാണാൻ ഭംഗിയില്ല, അല്ലെങ്കിൽ എനിക്കൊന്നിനും കഴിയില്ല, ഞാൻ ക്യാപ്പബിൾ അല്ല, എനിക്ക് പ്രോബ്ലംസ് വരുമ്പോൾ അത് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, ഇപ്പോൾ കുടുംബം നോക്കാൻ അറിയില്ല, ഇങ്ങനെ പല 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 പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പല കോംപ്ലക്സുകളും ഓരോ സ്ത്രീകളുടെയും മനസ്സിൽ കിടക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ്, അതായത് നമ്മുടെ ഭാവം, നമ്മുടെ രൂപം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ പരിമിതികൾ, നമ്മുടെ പോസിറ്റീവും നെഗറ്റീവ്സും അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും, ഇതൊക്കെ നമ്മൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എന്താണ്, എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ പോസിറ്റീവ്സ്, എനിക്ക് എന്തൊക്കെയാണ് കുറവുകൾ അല്ലെങ്കിൽ എൻ്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ മറ്റൊരാൾ പറയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഓൾറെഡി അറിയാം ഞാൻ ഇങ്ങനെയാണ്, അപ്പം നമ്മളത് അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ എനിക്ക് ഒന്നിനും കഴിയില്ല എന്ന് പറയുമ്പോൾ സ്വയം നമ്മൾ എന്താണ്, ഇപ്പം ഞാൻ എന്ന വ്യക്തി എന്താണ് എന്നുള്ളത് സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് കാര്യം. എന്നിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല, നമ്മൾ കാണുന്ന ആരും പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരുപാട് കുറവുകളുണ്ട്. പക്ഷേ
ഈ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പ്ലസ് പോയിന്റ്സ് ഉണ്ട്, അതുപോലെ മൈനസ് പോയിന്റ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ ചിന്തകൾ ആദ്യം എന്താണ് നമ്മുടെ കുറവുകൾ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പരിമിതികൾ എന്നുള്ളതിലേക്ക് മാത്രമാണ് ആദ്യം നമ്മുടെ ചിന്തകൾ ചെന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്കുള്ള കഴിവുകളെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം നമുക്ക് ഒരുപാട് കുറവുകൾ അല്ലെങ്കിൽ നമുക്ക് പരിമിതികൾ കാണും. അതുപോലെ തന്നെ മനുഷ്യന് അപാരമായ കഴിവുകളും ഉണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം നല്ല നല്ല ക്വാളിറ്റീസ് കാണും. അതെന്തുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല? എപ്പോഴും നമ്മുടെ ചിന്തകൾ ആദ്യം ചെന്ന് നിൽക്കുന്നത് നെഗറ്റീവ്സിലോട്ടാണ്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ പൊതുവേ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിഷമിക്കാൻ ഉള്ള ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് അറിയോ? ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാട് മത്സരിക്കുന്നതാണ്. അതായത് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് കുറവുകളുണ്ട് എന്ന് നമുക്കൊരു കോംപ്ലക്സ് തോന്നുന്നത്, അതങ്ങനെയല്ല, ഞാൻ ഓക്കെ ആണ് എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷോ ഓഫ് ചെയ്യാനാണ് ആൾക്കാർക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് താല്പര്യം എന്നുള്ളതാണ്. ആ ഒരു കാരണം തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സങ്കടങ്ങൾക്ക് കാരണമാകുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ്, ഈ പ്രസൻറ്റ് ടൈം നമ്മൾ ഏത് സിറ്റുവേഷനിലാണോ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഏത് ചുറ്റുപാടിലായാലും ഏത് വ്യക്തികളോടൊപ്പം ആയാലും അവരുടെ കുറവുകളോടെ അല്ലെങ്കിൽ അവരുടെ പരിമിതികളോടെ നമ്മൾ ആ ഒരു സിറ്റുവേഷനെയും ആ വ്യക്തികളെയും അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലൈഫ് 50% വിൻ ചെയ്തു എന്നാണ്. അല്ലെങ്കിൽ ഇനി വരുന്ന പ്രോബ്ലംസ് നമുക്കത് ഫേസ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഇത് അങ്ങനെയല്ലാതെ ഒരിക്കലും എനിക്ക് കഴിയില്ല അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നുള്ള വ്യക്തികളോടൊപ്പം അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പെട്ടുപോകുമ്പോൾ സ്ത്രീകൾ ഒരിക്കലും ആ റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും മനസ്സ് കാണിക്കാറില്ല. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ലൈഫ് ഇങ്ങനെയൊന്നും അല്ല, ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചിരുന്നത്, ഈ ചിന്തകളായിരിക്കും മനസ്സിൽ വരുന്നത്. പകരം നമ്മൾ ചിന്തിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ എവിടെയാണോ ഏത് സിറ്റുവേഷനിലാണോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇപ്പം എങ്ങനെയാണോ അതിനെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഏത് വ്യക്തിയോടൊപ്പം ആയാലും അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലൊപ്പം ആയാലും നമ്മൾ ആ ഒരു സിറ്റുവേഷനും ആ ഒരു വ്യക്തികളെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. മറ്റുള്ളവരായിട്ടുള്ള കമ്പാരിസൺ നിർത്തുക എന്നുള്ളതാണ്. മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്, നമ്മുടെ ലൈഫിൽ ഒരുപാട് കുറവുകളുണ്ട്, പരിമിതികളുണ്ട്, എൻ്റെ ലൈഫ് ഞാൻ ഇങ്ങനെയൊന്നും അല്ല ചിന്തിച്ചിരുന്നത് എന്നൊക്കെയുള്ള ഒരു ബോധം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഓരോ വ്യക്തികളും യുണീക്കാണ്, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട്. അതുകൊണ്ട് ആരുമായിട്ടും നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു യുണീക്നെസ് മനസ്സിലാക്കുക, പകരം കമ്പാരിസൺ ഒഴിവാക്കുക എന്നുള്ളത്. ഇനി മറ്റുള്ളവർ തരുന്ന വിഷമങ്ങൾ അല്ലെങ്കിൽ അവഗണന അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് ടോക്സ് ഒക്കെയാണ് നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ സന്തോഷം കളയുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അവരോടത് തുറന്ന് സംസാരിക്കുക. എന്നോട് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ രീതിയിൽ എന്നോട് സംസാരിച്ചത് ശരിയായില്ല, ഇനി എന്നോട് ഇങ്ങനെ സംസാരിക്കരുതെന്ന് തുറന്ന് സംസാരിക്കുക. അതല്ല വളരെ സില്ലി മാറ്റേഴ്സ് ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. ഇപ്പം നെവർ മൈൻഡ്, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കഴിയുന്നതും നമ്മൾ ഒന്നിനും മറുപടി കൊടുക്കാൻ പോകാതിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മളെ ഒരുപാട് നെഗറ്റീവ് കമൻസ് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് സിറ്റുവേഷൻസിലൊക്കെ മോശമായിട്ട് കാണിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അവരോട് പ്രതികരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ദേഷ്യം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അവർ നമ്മളെ ഇത്രയധികം നെഗറ്റിവിറ്റി നമ്മളിലേക്ക് നിറയ്ക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത് അവരുടെ ഈ നെഗറ്റീവ് എപ്പോഴും ഇങ്ങനെ കമൻസ് പറയുന്നത് അവരുടെ ഒരു നേച്ചറാണ്. അത് നമുക്കൊരിക്കലും മാറ്റാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അവരവരുടെ ലൈഫിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അവർ മറ്റുള്ളവരോട് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം, പക്ഷേ ഞാൻ അതിന് നിന്നു കൊടുക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ ആ പ്രശ്നം അതോടെ അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റുള്ളവരോട് നമ്മൾ ഇതിനെപ്പറ്റി വീണ്ടും സംസാരിക്കുമ്പോൾ നമ്മൾ വീണ്ടും ആ അനുഭവിച്ച ആ പ്രസൻറ്റ് സിറ്റുവേഷനിലൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മൾ കടന്നു പോവുകയാണ്. ഒരാളിനോട് പറയുമ്പോൾ, രണ്ടാമതൊരാളിനോട് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വീണ്ടും ആ സിറ്റുവേഷൻസും സീൻസും ഒക്കെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അതിങ്ങനെ ഒരു കരടായിട്ട് കിടക്കും എന്നുള്ളതാണ്. പകരം നമ്മൾ ആ ഒരു അർഹിക്കുന്ന ഒരു പുച്ഛത്തോടെ അതിനെ ഇഗ്നറൻസ് അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആരോടായാലും നമുക്ക് കഴിയാത്ത കാര്യങ്ങൾക്ക് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതിനപ്പുറത്തേക്ക് ആരായാലും അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് ആരായാലും അവരോട് വളരെ മാന്യമായിട്ട് അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവരോട് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതിനുള്ള ഒരു കാര്യം. ഇനി നല്ല ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക, നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഓരോ കാര്യവും അല്ലെങ്കിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും സംസാരിക്കാനും അറിയാനും ശ്രമിക്കുക. നല്ല പുസ്തകങ്ങൾ വായിക്കുക, നമ്മളോട് വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക. ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും ആഘോഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതും നമുക്ക് ഒരുപാട് നമ്മളിൽ സന്തോഷം കൊണ്ടുവരുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുക. ഒരിക്കലും മറ്റുള്ളവരുടെ ഒരു അപമാനം സഹിച്ച് നിൽക്കേണ്ടതില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മറ്റൊരാൾ നമ്മളെ അങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറുമ്പോൾ അതിനുവേണ്ടി വശപ്പെട്ട് നിന്നു കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനും അല്ലെങ്കിൽ ഓവറായിട്ട് സന്തോഷിപ്പിക്കാനും ഒക്കെ ആവശ്യത്തിലധികം ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്നറിയോ, നമ്മളത് ചെയ്ത് വരുമ്പോൾ പിന്നെ അത് നമ്മുടെ ഉത്തരവാദിത്തമായി മാറും, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല എന്നുള്ളതാണ് പൊതുവെ സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഓവറായിട്ടുള്ള പ്രീതിപ്പെടുത്തലുകൾക്ക് ആരോടായാലും നിൽക്കാതിരിക്കുക. ഇനി നല്ല സ്നേഹവും റെസ്പെക്റ്റും ഉള്ള ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക. നല്ല ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് 1-2 പേരെങ്കിലും നമ്മുടെ ലൈഫിൽ വേണം എന്നുള്ളതാണ്. നമുക്ക് ഒരു മുഖം ഒന്ന് മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് ഒന്ന് ഇടറുമ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കാൻ അത്രയ്ക്ക് നമ്മളോട് അടുപ്പം ഉണ്ടാകുന്ന ഒരാളെങ്കിലും നമ്മുടെ ലൈഫിൽ വേണം എന്നുള്ളതാണ്. നമുക്ക് വിഷമങ്ങളും ടെൻഷൻസും സങ്കടങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നതിന്. ഇനി നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുന്നവരുമായിട്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോട് നമ്മൾ കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ തുറന്ന് സംസാരിക്കുക. അവർക്ക് നമ്മളെ വളരെ പോസിറ്റീവായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ഫാമിലി ആകുമ്പോൾ പ്രത്യേകിച്ച് വീട്ടമ്മമാരെ വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങളും നല്ല രീതിയിൽ ശ്രദ്ധിക്കും. എല്ലാം അവരോട് നന്നായിട്ട് കെയർ ചെയ്യും, നന്നായിട്ട് സംസാരിക്കും. പക്ഷേ നമ്മളോട് എന്തെങ്കിലും കഴിച്ചോ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ നോക്കിയോ എന്ന് ചോദിക്കാൻ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണുള്ളൂ. ഏറിയ പങ്കും ആരും കാണില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നമ്മൾ സമയത്ത് തന്നെ സ്ത്രീകൾ ആരായാലും, ഓഫീസിൽ പോകുന്നവരായാലും അല്ലെങ്കിൽ വീട്ടമ്മമാരായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സമയത്ത് തന്നെ കഴിക്കുക. ഇനി എക്സസൈസ്, മോർണിംഗ് വാക്ക്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഇനി വീട്ടിലെല്ലാവരെയും ഒരുപാട് ഓവർ കെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്വന്തം കാര്യങ്ങളും കൂടി നോക്കാൻ പഠിക്കുക. സമയത്ത് തന്നെ ഫുഡ് കഴിക്കുക, എക്സസൈസ് ചെയ്യുക. അതും എന്തെങ്കിലും കഴിക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. കാരണം നമ്മളോടൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കാൻ വളരെ ഒരിക്കലും ആൾക്കാർ എപ്പോഴും നമ്മളോടൊപ്പം കാണണമെന്നില്ല എന്നുള്ളതാണ്. അപ്പം സ്വയം നിങ്ങൾ തന്നെ നിങ്ങളെ കെയർ ചെയ്യുക. എപ്പോഴും ജോലി 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 ഇങ്ങനെ പറഞ്ഞ് നമ്മൾ തളർന്ന് ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സ്വയം നമ്മളോടൊരു കെയർ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളോടൊരു കരുണ കാണിക്കുക. നമ്മൾ ഇത്രയും തളർന്നില്ലേ, കുറച്ച് സമയം എവിടെയെങ്കിലും ഇരിക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയണം എന്നുള്ളതാണ്. വളരെ നന്നായിട്ട് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയും. അല്ലെങ്കിൽ ആ ഒരു ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയാൽ നമുക്ക് പിന്നെ ആരും കൂട്ട് വേണമെന്ന് തോന്നില്ല, അല്ലെങ്കിൽ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ദിവസം ഒരു 10-15 മിനിറ്റ് ഫ്രീ ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇഷ്ടമുള്ളൊരു പുസ്തകം വായിക്കാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കാൻ, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ, അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം കൊണ്ടുതരുന്ന കാര്യങ്ങളാണ്. ഫുൾ ടൈം അടുക്കള അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ, വീട്ടുജോലികൾ, പണികൾ, ഇങ്ങനെ നമ്മൾ ഓരോ നിമിഷവും പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമുക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ച് നോക്കുക. അത് നമുക്ക് വളരെ ഒരു എനർജി തരും, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം റിലാക്സേഷൻ തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ് എന്നുള്ളത് പലപ്പോഴും പല സ്ത്രീകളും പല വീട്ടമ്മമാരും സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മറന്നുപോയവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഈ ഇഷ്ടങ്ങളെന്ന് ഉള്ളത് ഒന്ന് പൊടി തട്ടി എടുക്കുക. അത് നമുക്ക് വളരെ സന്തോഷിക്കാൻ വക തരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ തന്നെ വളരെയധികം മനസ്സ് തുറന്ന് പൊട്ടിച്ചിരിച്ചിട്ട് എത്രയോ ദിവസങ്ങളായി കാണും. അല്ലെങ്കിൽ നമുക്ക് ചിരി വരും, എല്ലാവരും ചിരിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയൊക്കെ ചിരിക്കാം. അല്ലാതെ നമ്മൾ ഈ ടെൻഷൻസ് ഒക്കെ മാറ്റി വെച്ച് വളരെ സന്തോഷത്തോടുകൂടി ചിരിക്കുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു നിമിഷം എപ്പോഴാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അതൊക്കെ വല്ലപ്പോഴുമാണ് സ്ത്രീകളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ ഒരുപാട് ചിരിപ്പിക്കാനും ശ്രമിക്കുക. ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ലൈഫിൽ മാത്രമല്ല. പക്ഷെ ആ പ്രശ്നങ്ങൾ വളരെ ബോൾഡായിട്ട് അത് ഫേസ് ചെയ്തിട്ട് ആ പ്രശ്നങ്ങൾക്ക് മുകളിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നെഗറ്റീവ് മെൻറ്റാലിറ്റിയോടുകൂടി ആലോചിച്ചിരിക്കാതെ നമ്മളെപ്പോഴും വളരെയധികം എൻഗേജ്ഡ് ആവുക, നമ്മളെ ഫുൾ ടൈം ബിസി ആക്കി വെക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ചിന്തകളിൽ നിന്ന്, നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം എന്നുള്ളത്. ടെൻഷൻ ഒഴിവാക്കുക. ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനൊരു പരിഹാരവും കാണും, അത് 100% ഉറപ്പാണ്. അപ്പോൾ എന്ത് പ്രശ്നങ്ങളായാലും നമുക്കത് പരിഹരിക്കാം എന്നുള്ള ആ ഒരു ധൈര്യത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് എപ്പോഴും ജീവിതത്തിൽ കൈവിടാതിരിക്കുക. അങ്ങനെ തന്നെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുക. എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ. നമുക്ക് വേറെ നമ്മുടെ മുമ്പ് ഒരു വഴിയുമില്ല. നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. ഫാമിലിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ജീവിതം ഓരോ നിമിഷവും മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്സിലൂടെ ഡിപ്രഷനിലൂടെ പോകുന്നതിനേക്കാൾ എന്തുകൊണ്ട് അത് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചുകൂടാ എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് ഒരുപാട് സന്തോഷം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. പലരും അതിന് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അത് മറന്നു പോകുന്നു എന്നുള്ളതാണ് ജീവിതം എപ്പോഴും നെഗറ്റിവിറ്റിയിലോട്ടും അല്ലെങ്കിൽ നിരാശയിലേക്ക് പോകുന്നതിന് പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിക്കുന്ന സമയം നമ്മൾ വളരെ സന്തോഷമായിട്ട്, അല്ലെങ്കിൽ വളരെ പ്രസൻറ്റ് ടൈമിൽ എങ്ങനെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ എങ്ങനെ സ്ത്രീകൾക്ക് സന്തോഷമായിരിക്കാം എന്നുള്ള ഈ ഒരു വിഷയത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എന്നെ ഇന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം. ഇതുവരെ എന്നെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.